ഒന്ന് വന്ന വണ്ടി കുളിക്കാൻ പോയപ്പോ വന്നു. നിങ്ങൾ കണ്ടില്ലായിരുന്ന ഞാൻ കുളിക്കാൻ പോയി. വിളിച്ചു നോക്കാൻ വിളിച്ചോണ്ട് വണ്ടി ഇരിക്കുന്നു. പോന്ന് കണ്ടില്ലായിരുന്ന വണ്ടി ഇവിടെ ഇരിക്കുന്നു. വിളിച്ചു നോക്ക്. അത് സാധനം വല്ലതും ഒഴിപ്പോണ്ട വണ്ടിയില്? സാധനം വല്ലതും കൊണ്ടുവന്നാ ഈ ഉടുപ്പത്രയും പെയിന്റ് അടിച്ചിട്ട് കഴിവാക്കാത്തത്. സോപ്പിട്ട് കഴിവോക്കില്ല. വർക്കിംഗ് ഡ്രസ് അല്ലേ? അടിച്ച മതിയാ വർക്കിംഗ് ഡ്രസ് ഒന്ന്. പാന്റും അങ്ങനെ തന്നെ. പാന്റിലും മഞ്ഞ് പേപ്പറിയും വെച്ചിട്ടേ. മോൻ കളക്ടറൊന്നും അല്ലല്ലോ. എന്നെ കട്ടില് കിടക്കില്ല. പുതിയ കട്ടിലല്ല. പുതിയത് വേണം. പാവയാണോ പാടി? എനിക്ക് പായ കഴിച്ചെന്ന് ഞാൻ താഴെ കിടക്കാം. ചെയ്യാ എന്റെ തല പോവോ? കട്ടിലി കിടക്കുന്നതിന് എന്തൊരു തല പോണത്? എന്ത് മഹാരാജാവ് ഉണ്ടാ? ബിരുവിന്റെ മഹാരാജാവ് ഉണ്ടാന്ന് ആര് വീഴും? ഇത്രയും ദിവസം വീണില്ലല്ല. ഞാൻ ഇത്ര ദിവസം കട്ടിലി കിടന്നില്ല. പിന്നെ നിങ്ങളല്ല, ഞാനാണ് ഇവിടെ കട്ടിലി കിടന്നത്. നിങ്ങൾ പിന്നെ ഞാന് നിങ്ങളല്ലാതെ പിന്നെ വേറെ ആരാണ് കട്ടിലി കിടക്കണത്? ഇവിടെ വെച്ചിട്ട് മാറ്റ്. എന്തായാലും വെച്ചിട്ട് നീ ആരടിക്കും? നീ അടിപ്പാ. നിങ്ങൾ അടിക്കോ? നിങ്ങൾ ചെയ്യൂ. ആ പെണ്ണ് വന്നിട്ട് എന്തേരായി? ഞാൻ വിളിച്ചു നോക്കണം. അവിടെ തന്നെ വിളിക്കാൻ നോക്കൂ. ഓ, നിങ്ങളിത് എവിടെ പോയിരുന്നാ? ഞാൻ പോണ. എവിടാ? ഞാൻ കുളിച്ചോണ്ട് വന്നു. എവിടെ പോയിരുന്നു? ഞാൻ വന്നപ്പോ ഇവിടെ കണ്ടില്ലായിരുന്നല്ല. ഞാൻ കുളിക്കാൻ പോയി. അവൻ പറഞ്ഞു കുളിക്കാൻ പറഞ്ഞു. കുളിക്കാൻ പറഞ്ഞാ? ചെന്ന് കുളിക്കാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ അവൻ പറഞ്ഞാലൊക്കെ കേക്കോ? സോപ്പ് കുളിച്ചു. ഇനി ഒരു സോപ്പ് വാങ്ങിക്കണം. അതെന്ത്? ഈ സോപ്പ് മുറിഞ്ഞു പോയാ? എന്നോട് ചോദിക്കാത്തത് ഞാൻ തരുവല്ല. ഒരു സോപ്പ് കടിക്കാനുള്ള സോപ്പ്. ഓ, തരാം തരാം. അത് ഒന്ന് ഒറ്റയ്ക്ക് ഇന്ന് വൈകുന്നേരം തരണം. മോൻ പറഞ്ഞ ഇപ്പൊ കുളിക്കുകയൊക്കെ ചെയ്യോ? ഞാൻ കുളിക്കും. മോൻ പറഞ്ഞാ കുളിക്കോ? കുളിക്കും. കുളിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിൽ കീറിയല്ലാണ്ട പിന്നെ എന്തിനെടുത്തിട്ടാ കീറിയെങ്കിൽ? ഞാൻ കഴിഞ്ഞിട്ട് തന്നെ വെടിയിക്കാന്നിട്ട് ഇല്ല. അല്ലാണ്ട് എനിക്ക് ഉള്ള എടുത്തിട്ട് ആ വാസന കയറൂലേ. അപ്പൊ പിന്നെ കൊണ്ട് പോയി അയക്കാം. കീറിയ വാങ്ങല്ല, വീണ്ടും വാങ്ങുമല്ല. ഇപ്പൊ അമ്മ വാങ്ങിക്കോ? ഓ, വാങ്ങിക്കാം. അമ്മ ഈ ഉടുപ്പ് മാറ്റി തരാം. വേറെ ഉടുപ്പ്. ഇത് കീറി ഇട്ടാ മോൻ വഴക്ക് കുറയും. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അമ്മ? എന്നെയും കൂടെ കേൾപ്പിക്കാനാണ് കീറി ഉടുപ്പിട്ട. അമ്മ അത് തന്നെ, നിങ്ങളെ മോൻ എന്നെ വഴക്ക് കുറയും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണി. എന്നാലും ഇനി ദാണ്ട് ഇവിടെ മാത്രമല്ല, ദാണ്ട് ഇവിടെയും കീറിയിരിക്കുന്നത്. ദാണ്ടാ ബാ, നമുക്ക് വേറെ മാറ്റി വേറെ ചുരിദാറിടാം. വേറെ നൈറ്റ് ഇടാം. ബാ, എന്താ ഉണ്ടായിരുന്നു വിശേഷം? വിശേഷമൊന്നുമില്ല. ഞാൻ ഇതല്ല മറക്കിട്ടോണ്ട് മറക്കിക്കോട്ട് പൊക്കം വെച്ചാന്നേ. എന്റെ തോളിന്റെ ദൂരായില്ല. അല്ലെങ്കിൽ ഇത്രയും പൊക്കം ഇല്ലായിരുന്നല്ല. എനിക്ക് പൊക്കമില്ലായിരുന്നു. ഈ കീറിയ തുണിയൊന്നും ഇടല്ലേ കേട്ടാ. ഇപ്പോഴേ ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലും പെട്ടെന്ന് കേറി വന്നിട്ട് ശോഭന അമ്മയുണ്ടോ, ശോഭന അമ്മയുടെ വീടാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാണിക്കാനായിട്ട് നോക്കുമ്പോണ്ട് എന്തൊരു കണ്ട കാല് കുരുങ്ങിയ കണ്ട. ഇപ്പൊ മനസ്സിലായാ? ആ കീറിയൊരു കാല് കുരുങ്ങി. ഇനി എങ്ങനെ ഈ കാല് ഊരും? ഊരിയ ആരെങ്കിലും വന്ന് ചോദിക്കും ശോഭന അമ്മ ഉണ്ടോ, ഇത് ശോഭന അമ്മയുടെ വീടാണോ എന്ന് ചോദിക്കും. ഇതെടുത്തിട്. ഇതെന്തരമ്മ? അല്ലെങ്കിൽ അടക്കേ എന്നെ തള്ളി മാറ്റിയിട്ട് അടക്കേണേ. ഇതെന്തരമ്മ? എന്തിന്? ഇത് ഞാൻ എടുത്ത് കളഞ്ഞ വേസ്റ്റ് പാത്രമല്ലേ അമ്മ? ഇത് ഞാൻ എടുത്ത ആ വേസ്റ്റ് ബക്കറ്റ് ഇട്ട പാത്രമല്ലേ?
ഇത് ഇവിടെ വെച്ച് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണൂലേ വെറുതെ അല്ല ആ അവിടെ കൊണ്ടുവന്നു. ഈ കുപ്പി ഈ പിടിച്ചാണി ഇനിയും കാണും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്തായാലും അലമാര തുറക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അവിടെ ഇരിക്കണേ. അപ്പൊ എന്തരോ ഉണ്ട്. ആ വേണ്ട ആ പിന്നെ ഇവിടെ വേണ്ട. ഇരിക്കണേ. കണ്ട പിന്നെ പാത്രമുണ്ട്. ഇനി എന്തരുണ്ട് തപ്പത്ത്. ഒന്നുമില്ല, ഇനി ഒന്നുമില്ല. ഓ ഇന്നത്തെ ആക്രി കളക്ഷൻ തീർന്നു. ഇനി ഇത് വേറെ വല്ലതും ഉണ്ടാ? ആ തീർന്നില്ല. മാറയില് അയ്യോ ശോഭന മദ്യപാനോ തുടങ്ങി. ശോഭന വെള്ളം അടിക്കും. ഈ വീട്ടിലാരും വെള്ളം അടിക്കൂല. ഇതെവിടുന്നോ ഇത് വെളിയിൽ പോയപ്പോ പറക്കിയ കുപ്പിയാണേ. കാര്യം ഇവിടെ ചേട്ടൻ കഴിക്കില്ല. എന്നാ വെച്ചേക്കുന്നു. എന്നാ എന്റെ ഭഗവാനെ ഇനി വന്നാണ്. ഇത് കണ്ട ഞാന് വല്ലതും പറയുന്ന ഇത്രയും കുപ്പിയിൽ നിങ്ങൾ എവിടുന്നമ്മ എണ്ണ വാങ്ങണത്? ഇത് കണ്ട ഇങ്ങോട്ട് മാറിയെന്നാണ്. അവിടെ വെച്ചാണ് ഇങ്ങോട്ട് മാറിയാണ്. അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറിയാണ്. ഇങ്ങോട്ട് മാറ്. ഇത് കണ്ട ഒരു ഡ്രസ്സ് മാറ്റാൻ ഞാൻ വന്നതുകൊണ്ട് കണ്ടതാണേ. അയ്യോ ഇത് കണ്ട ഞാന് ഒരു വട്ടം നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ, ഞാൻ ഈ വീട് ഞാനും ആ മനുഷ്യനും എന്റെ കൊച്ചുങ്ങളും കൂടെ എത്ര കഷ്ടപ്പെട്ടാണ് വൃത്തിയാക്കിയെന്ന്. അന്ന് ഇതുപോലെ അന്ന് ഇങ്ങനെ അല്ല, ഇന്ന് ഇതിനകത്തൊന്നുമില്ല. ഒരു കട്ടിയിൽ ഒരു മേശയും ഒരു ചെയറും മാത്രമേ ഉള്ളൂ. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല. എന്റെ അമ്മ ഇതിനകത്തുനിന്ന് പറക്കിയെടുത്ത ആക്രി സാധനങ്ങൾക്ക് കണക്കും കഴിയില്ല. ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി സാധനം ഉണ്ടായിരുന്നു. ഇതേ ഇപ്പൊ കണ്ടല്ലോ അല്ലേ, ഞാൻ ആ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മുടെ മറ്റേ അവർക്കില്ലേ ഹരിതസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കുപ്പിയാണ്. അവർക്ക് വെച്ചിരുന്ന കുപ്പികളാണ് ഇത്രയും. ആ കുപ്പിയാണ് ഇതേ ഇപ്പൊ അമ്മയുടെ അലമാരിക്കകത്ത് നിന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞു ഇപ്പൊ കുറെ ദിവസമായിട്ട് ഈ അലമാരി ഒന്നും വന്ന് തുറക്കാറില്ല. കാരണം ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞ് അമ്മയുടെ അലമാരി ഒന്നും തുറക്കണ്ട, അല്ലെങ്കിൽ അമ്മയുടെ മുറിക്കകത്ത് അധികം കൈ കിടക്കണ്ട, വന്ന് തൂത്തിടുക, ഷീറ്റ് വിരിക്കുക, പോവുക. അല്ലാണ്ട് വേറെ ഇതിനകത്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവര് മെന്റലി മാറണുണ്ട്. അപ്പൊ നമ്മള് അമ്മയെ മാറ്റി ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ? ഇത് ഇത്രയും കുപ്പിയിൽ എണ്ണ വാങ്ങിക്കാന്നാ? അമ്മ നിങ്ങൾ ഇതെല്ലാം വാരി അങ്ങോട്ട് വെളിയിലോട്ട് ഇട്ടാണ്. അമ്മ ഇതിൽ ഇത്രയും കുപ്പിയിൽ ഇത് എന്തോന്ന് എണ്ണ നിങ്ങളുടെ എണ്ണ കച്ചവടം നടത്താൻ പോണോ? അതേ ഇതിൽ ഇത്രയും കുപ്പിയിൽ എണ്ണ വാങ്ങാൻ എണ്ണ കച്ചവടം നടത്തണ? അമ്മ ഇതൊന്നും ഇങ്ങനെ വാരി കൂട്ടി വെക്കരുത്. ഒന്നാമത് ഇതിൽ ആഹാരത്തിന്റെ വേസ്റ്റ് ആണ്. ആ സ്മെല്ല് കണ്ട നല്ല നാറ്റവും ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മളെ കാണാനായിട്ട് ഓരോ ദൂരെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരെയാണ്. അവരാരും വിളിച്ചിട്ടൊന്നുമല്ല വരണ. ഈ ഗേറ്റിന്റെ നടയിൽ എത്തുമ്പോഴാണ് വന്നെന്ന് പറയണത്. അതും പട്ടികളുള്ളതുകൊണ്ട്. അപ്പൊ ആരെങ്കിലും യാദൃശികമായിട്ട് കയറി വന്നാൽ ഈ ആക്രി സാധനങ്ങളൊക്കെ പറക്കി മാറ്റാൻ സമയം കിട്ടും നമുക്ക്? മോശമല്ലേ ആരെങ്കിലും കാണാനൊക്കെ കയറി വന്നാൽ? ഈ കാണുന്ന ആക്രിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പാത്രവും പറക്കി ഇവിടെ വെച്ചിരുന്നു. ഇതൊക്കെ കൊച്ചുങ്ങളുടെ മരുന്നിന്റെയൊക്കെ ബോട്ടിലല്ലേ അമ്മ? ഇത് പറക്കി അങ്ങ് വെളിയിൽ കളയും. എടുത്ത് ആ ഹരിത സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി എടുത്തെല്ലാം വെളിയിലോട്ടടി എല്ലാം പറക്കി വെളിയിലോട്ടിട്. വാ ഇതെന്തൊരു സ്വഭാവം അമ്മ ഈ കാണിക്കണത്? അന്നത് വൃത്തിയാക്കി എത്രത്തോളം സമയം എടുത്തിട്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്ത് സമയം എടുത്താണ്? അന്നത് എന്റെ സോസിന്റെ കുപ്പി. ഇതൊക്കെ കണ്ട ആ നാറുന്നത് ആഹാരമൊക്കെ ഇരുന്ന സ്മെല്ല് കണ്ട എന്തോന്നൊക്കെ കാണിക്കണം. വെറുതെയാണ് അലമാര ഞാൻ തുറക്കാൻ പോയപ്പോ എന്നെ തള്ളി മാറ്റിയത്. എനിക്ക് അപ്പോഴേ ഒരു സംതിങ് ഫീൽ മിസ്റ്റേക്ക് ആക്കതാ. എന്തിനമ്മ? അമ്മ എണ്ണ വാങ്ങണില്ലല്ലോ, ഞാൻ തരയല്ലേ ചെയ്യണത്. ഞാനല്ലേ തരണത് കുപ്പിയില്. അമ്മ ഞാൻ അവിടുന്ന് കുപ്പിയിൽ എണ്ണ തരയല്ലേ ചെയ്യണത്. ഞാനേ അവിടുന്ന് കുപ്പിയിൽ എണ്ണ തരയല്ലേ ചെയ്യണത്. അപ്പൊ പിന്നെ ഈ കുപ്പിയുടെ ആവശ്യമുണ്ടാ? പ്ലാസ്റ്റിക് പാത്രമൊന്നും വേണ്ടമ്മ, അതൊക്കെ വൃത്തിയേട്. ഇതൊക്കെ കണ്ട് ഇത് ഭയങ്കര നാറ്റുള്ളതാണ്ട് മണപ്പിച്ചാൽ മതി. മനസ്സിലാവും, ഭയങ്കര സ്മെല്ലാണ്. ഇതൊക്കെ വാരി മാറ്റി. വേണ്ട, ആ കുപ്പി വെച്ചിരുന്നോ? അതെങ്കിൽ പിന്നെ എണ്ണ വാങ്ങാം.
ഇതിപ്പോ കൈയോടെ ഞാൻ പറക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും പറക്കി ഇവിടെ കൊണ്ടുവയ്ക്കും. ഉടുപ്പ് മാറ്റണില്ലേ? ഉടുപ്പ് മാറ്റണം. ഇല്ലല്ലേ, ഉടുപ്പ് മാറ്റി ഞാൻ മാറ്റി കൊടുക്കാം. മരുന്നിന്റെ കുപ്പിയും കൂടെ അങ്ങ് മാറ്റമ്മ. ഇത് കൊള്ളൂല, ഇതൊക്കെ മരുന്നുകളാണ് കേട്ടാ. ഇതേ കൊച്ചിന്റെ മരുന്നാണ്. ഇതിലൊക്കെ എണ്ണ ഒഴിച്ചാലേ തലമുടി പൊഴിഞ്ഞു. ഇതും കളേ. ഈ കുപ്പി ഇവിടെ ഇരിക്കട്ടെ കേട്ടാ, ആ കുപ്പി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇത് പറക്കി വെക്കല്ലേ. ഞാനിപ്പൊ നല്ല തലമുടി പൊടിക്കണ ഒരു എണ്ണ വാങ്ങിച്ചല്ലമ്മ നിങ്ങക്ക്. ആ, നല്ല തലമുടി പൊടിക്കണ ഒരു എണ്ണ ഇപ്പൊ അവിടെ തേച്ചോണ്ടിരിക്കയല്ലേ. ഇപ്പൊ നമ്മളൊരു എണ്ണ തേച്ചോണ്ടിരിക്കണേ. വേണ്ട, നമ്മൾ ഇടയ്ക്കൊരു എണ്ണ തേച്ചിരുന്ന് അത് മാറ്റി ഇപ്പൊ വേറൊരു എണ്ണ ആക്കി. ഇതാണ്ട നീളം കണ്ട, കാണിച്ചോട്. നീളം തിരിഞ്ഞില്ല. അല്ല, ഇത്രയും നീളം വെച്ച് മുടി. പിന്നെ അതാ ഉള്ളൊക്കെ വെച്ച് ഒരു എണ്ണ നമ്മൾ തേക്കുന്നുണ്ട്. പറയാം ഏതാണ് എണ്ണയെന്ന്. ഉടുപ്പ് മാറ്റിക്കൊടു. ഓ, ഉടുപ്പ് ആദ്യമിട്ട് ഇട്ടായിട്ട് ഇട്ടാ എന്നിട്ട് പിന്നൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നു. ഇനി ഇട്ടില്ലല്ലോ, തൊട്ടല്ലേ ഉള്ളൂ. ഇവിടെ ഇരിക്കും. ചൂട് ഫാൻ ഇടണോ? അവിടെ എന്തൊരു വിശേഷം? വിശേഷം നന്നായിരിക്കുന്നു. നല്ല വിശേഷം. ചേച്ചി എന്തിനാ? ചേച്ചി നന്നായിരിക്കുന്നു. വരുമോ? ഓ, വരും. നിങ്ങൾ വന്നിട്ട് എന്തിനാ? നിങ്ങൾ അന്ന് തേങ്ങയൊന്നും കൊടുത്തില്ലല്ലോ. പാവം, ഒരു തേങ്ങ ചോദിച്ചിട്ട് തേങ്ങ കൊടുത്തില്ല. മാങ്ങ ചോദിച്ചിട്ട് 5 തേങ്ങ 5 തേങ്ങ മതിയോ ഒരു മാസം അരയ്ക്കായി? നിങ്ങൾ കൊടുത്തില്ലല്ലോ. നിങ്ങൾക്ക് നമ്മളില്ലായിരുന്ന സമയത്ത് ചോറും കറിയൊക്കെ വെച്ച് തന്നെയല്ലേ ഒരു 5 തേങ്ങ കൊടുത്തുകൂടായിരുന്ന? നമ്മളെ വീതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വന്നത് കേട്ടാ. നമ്മുടെ എക്സ്പ്രഷനിൽ നോക്കുമ്പോ അമ്മ ഈ വള്ളി ഇങ്ങോട്ട് എടുത്ത ഇതാ. അയ്യോ, പുതിയ വള്ളി, ഏതോ പേശയുടെ പുതിയ വള്ളി. പുതിയ വള്ളി തരാം. അവിടെ ഇരിക്കും, ഇരി അവിടെ. മെനിഞ്ഞാന്നത്തെ ഒരു പാവാളയുടെ തുമ്പ് വള്ളിയെ ഞാൻ എടുത്ത് കളഞ്ഞ്. അതുകൊണ്ട് അങ്ങേരെ കയ്യിൽ ഇതോടൊപ്പം ഉണ്ട്. ഇതുകൊണ്ട് നടക്കണ കയ്യിൽ, ഇതുകൊണ്ട് ആ കയ്യിൽ കാണിച്ചെടുത്ത്. അമ്മയുടെ വായിൽ കൊണ്ടുവന്ന് അമ്മയുടെ വായിൽ കൊണ്ടുവന്ന് ചേട്ടൻ കയ്യിൽ ഇട്ട് കൊടുത്ത് ആ കയ്യിൽ അതാ കീറിയെടുത്ത്. അമ്മ, നമുക്ക് ഈ രീതി അങ്ങ് മാറ്റാം. ഈ കൈലിയുടെ തുണ്ടൊക്കെ വലിച്ച് കീറി ഇങ്ങനെ കെട്ടണതിന് പകരം ഞാനൊരു കറുത്ത ചരട് വാങ്ങിച്ചു തന്നാ കെട്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ അമ്മ. ഇപ്പൊ നിങ്ങൾ കെട്ടുന്നത് പോലെ കറുത്ത ഇതുപോലത്തെ കറുത്ത ചരടില്ലേ, ചരട് വാങ്ങിച്ചു തന്നാ നിങ്ങൾ അത് കെട്ടോ? അമ്മ, സ്ലൈഡ് അല്ല, ഇതുപോലത്തെ ചരട്. ഇപ്പൊ ഈ നൂലിന് പകരം ചരട് വാങ്ങാൻ കിട്ടൂലേ, കറുത്ത ചരട്. അത് വാങ്ങിച്ചു തന്നാ കെട്ടോ? എന്റെ കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ കെട്ടണം. എനിക്ക് ഈ നൂല് തന്നെ ഞാൻ വാങ്ങിച്ചു തരാൻ. കെട്ടുവോ? നൂല് വാങ്ങിച്ചു തന്നാ കെട്ടാം. സ്ലൈഡ് അല്ല, ഇതുപോലത്തെ നൂല് വാങ്ങിച്ച് ഈ കെട്ടാൻ പാകത്തിന് ഞാൻ കട്ട് ചെയ്ത് തരാം. ഒരു 5-6 പീസായിട്ട് തരാം. അപ്പൊ അത് കെട്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ കെട്ടി കാണിച്ചു തരാം. അപ്പൊ കെട്ടാൻ പറ്റും. ഇതുപോലെ കെട്ടിയാ മതി. ഇതുപോലെ കെട്ടിയാ മതി. നൂല് തന്നെ ഇതുപോലെ കെട്ടോ? വാങ്ങിച്ചെന്നാ കെട്ടോ? അപ്പൊ നമുക്ക് ഇത് മാറ്റണം. നമ്മൾ കുറേശ്ശെ പല രീതികളും ഒന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി നമ്മുടെ ശൈലി മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇപ്പോ ഉദാഹരണം, അമ്മ, നമ്മളിവിടെ തിരുവനന്തപുരത്തുള്ളവര് നിങ്ങൾ എന്ന് പറയുന്നത് വലിയ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്. നമ്മളിപ്പോ തിരുവനന്തപുരത്തുള്ളവര് അമ്മയുമായിട്ടും മക്കളുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് ചിരിച്ച് തമാശയായിട്ട് പരസ്പരം കളിയാക്കിയും പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞും കുറ്റവും കുറവും ഒക്കെ പറഞ്ഞും പല രൂപത്തില് മുഖത്ത് വരുന്ന ഭാവേന അത് അവതരിപ്പിക്കുന്നത് നമ്മളുടെ റിയാലിറ്റിയാണ്. നിങ്ങളെന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ്. പിന്നെ എന്നെ എന്ന് വിളിക്കുന്നത് ഇവിടെയുള്ള അമ്മയും അച്ഛനെയും നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. എന്നെ, നിങ്ങള്, കുറെ വാക്കുകളുണ്ട്. ഇപ്പം വേറെ തിരുവനന്തപുരത്ത് ഇപ്പൊ ഈ സിറ്റി എന്നൊക്കെ അങ്ങോട്ട് മാറിയ വേറെ വാക്കുകളാണ്. നിങ്ങൾക്ക് ഇത് എന്തൊരു, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്തോന്ന് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇത് എന്ത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പല ടൗൺസിൽ ഡിഫിക്കൽറ്റി ഉണ്ട്. ഇതെല്ലാം ഇവിടെ റെസ്പെക്റ്റീവ് വേർഡ്സ് ആണ്. ഇവിടെ ഇപ്പൊ ഞാനും അമ്മയും കൂടി പലതും സംസാരിക്കുമ്പം ഞാൻ അമ്മയെ തമാശ മീൻസ് ഞാൻ അമ്മയുടെ മുഖത്തൊക്കെ ചിരിച്ചും പിന്നെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ശൈലിയാണ്.
ഇത് നിങ്ങളായിട്ട് വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. അമ്മയെ അവള് കളിയാക്കുന്നു, നിന്റെ അമ്മയെ കളിയാക്കുന്നുണ്ട്, എന്റെ അമ്മയെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ എന്റെ അമ്മയെ ഞാൻ ഇത്രയും സ്നേഹവും കരുതലും കൊടുക്കണില്ല എന്നുള്ളത് മാത്രമാണ് കാര്യം. എന്റെ അമ്മ ഒരു നോർമൽ പേഴ്സൺ ആണ്. എന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെയും അല്ല പെരുമാറുന്നത്. എന്റെ അമ്മയോട് ഇത്തിരി കൂടെ ഹാർഷായിട്ടും ഒക്കെയാണ്. ഈ ഇത്തിരി സ്നേഹം കൊടുക്കുന്നത് ഇവിടെ മാത്രമാണ് കാര്യം. ഇവരോട് നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ എവര് ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ തുടങ്ങി കുറേ വാക്കുകൾക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീഡിയോയ്ക്ക് ഒന്നും കിട്ടണില്ല, ആർക്കും ഒന്നും കിട്ടാത്തത് കൊണ്ട് വന്നിപ്പം പറയുന്ന എന്താണ് അവര്, എവര്, എന്നെ, നിങ്ങൾ. ഇപ്പൊ ഈ അമ്മയൊക്കെ ഞാനിപ്പം ശോഭന അമ്മേ എന്ന് വിളിച്ചാലൊന്നും ഒരു വിളിയാക്കൂല, നെയ് എന്ന് വിളിച്ചാലേ വിളിയാക്കൂ. അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണത്തില് അമ്മയോട് മകൻ നെയ് എന്ന് വിളിക്കുന്നത് ഈ 10-38 കൊല്ലം കൊണ്ട് ശീലിച്ചത് ഇന്ന് രാവിലെ വന്ന് ഒരാൾ പറയണ് അമ്മയെ അവൻ ബഹുമാനത്തോടെ പെരുമാറുന്നില്ല, അമ്മ അവൻ നെയ്ന്ന് വിളിച്ചു, നിങ്ങളെന്ന് വിളിച്ചു എന്നും പറഞ്ഞു. ഒരു നേരം വെളുത്ത് എനിക്ക് എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ നേരം വെളുത്ത് ഇരുട്ടുന്നവരെ അമ്മയെ നമ്മൾ വിളിക്കും, അമ്മയെ ഇവിടെ വരൂ, അമ്മയെ ചോറ് കഴിച്ചോ, അമ്മയെ ഇങ്ങനെയൊന്നും ആരും പെരുമാറൂല. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ അമ്മേ അമ്മേ എന്നിങ്ങനെ വിളിച്ചോണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് സത്യമായിട്ട് ഒരു കളിയാക്കാനായിട്ട് തോന്നുന്നു. നമ്മൾ നെയ് ഞാൻ ചേട്ടനോട് പറഞ്ഞു അത് ആൾക്കാർ നിങ്ങൾ അവരെ എവര് എന്നൊക്കെ വിളിക്കുന്ന നെയ്ന്ന് വിളിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് തിരുത്താൻ പറഞ്ഞപ്പം ചേട്ടനോട് പറഞ്ഞു പറയണോണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയാം. പിന്നെ ഞാൻ ഭാഗത്തോട്ട് പോയില്ല. പിന്നെ നമ്മളിനി അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പോയാൽ നമ്മൾ ഈ പ്രതികരണ ശേഷി മാറും പുള്ളിയുടെ. ഇപ്പൊ ഇത് കാണുന്ന കുറച്ചു പേർക്ക് ബോറടിക്കുന്നുണ്ടാവും, ഇവള് എന്തോന്ന് കാണിക്കുന്നെന്ന് വരെ ചിന്തിക്കാം. ഈ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്കും കമന്റ് ഇത് തന്നെ ആയിരുന്നു. അപ്പം നിങ്ങൾ പറയുന്ന ഒരു കമന്റ് ശ്രദ്ധിക്കണ്ട എന്ന് നിങ്ങൾക്ക് പറഞ്ഞാലും നിങ്ങളുടെ പല കമന്റിൽ നിന്നുമാണ് നമ്മൾ പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ് ശ്രദ്ധിക്കാതിരിക്കാൻ തീരെ പറ്റില്ല. പിന്നെ ചിലത് അവോയ്ഡ് ചെയ്യേണ്ടത് ഇപ്പൊ അവോയ്ഡ് ചെയ്ത് തുടങ്ങി, നമ്മൾ പഠിച്ചു അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ ചില കാര്യങ്ങൾക്ക് ഇപ്പൊ ഓരോ ജില്ലക്കാര് ഇതിപ്പോ ഞാൻ പറഞ്ഞു പുതിയ പുതിയ ആൾക്കാരായിരിക്കാം, വേറെ വേറെ ജില്ലക്കാര് കണ്ടു വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓരോന്ന് പറയും. അപ്പൊ നമുക്ക് തിരുത്തുക എന്നുള്ളത്, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വീഡിയോ ഇടുന്നത് നമ്മളല്ലേ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഓരോരോ സംശയങ്ങളും നമ്മളാൽ കഴിയുന്നത് ക്ലാരിഫൈ ചെയ്ത് തരാൻ നമ്മൾ ശ്രമിക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കണ്ടന്റ് ആക്കി പറഞ്ഞതല്ല. കണ്ടന്റ് ആണെങ്കിൽ ഇൻഡോമോ ഇവിടെ കണ്ടന്റിന്റെ ചാകരയാണ്. നേരം വെളുത്ത നമുക്ക് ഫോൺ കൊണ്ട് നടക്കാൻ നേരം ഇല്ലാന്നേ ഉള്ളൂ. കണ്ടന്റിന് ഇനിയിപ്പോ ആരെങ്കിലും പറയാം അവർക്ക് കണ്ടന്റിന് ക്ഷാമം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ക്ഷാമം ഒട്ടും ഇല്ല. അതാണ്ടില്ലേ ആക്രി പറക്കലൊക്കെ തന്നെ കണ്ടില്ലേ. ഇതിപ്പോ അമ്മ പറക്കുന്നത് നമുക്ക് കാണാം. ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ അമ്മ ആ ചാക്കിനകത്തുനിന്ന് പറക്കിക്കൊണ്ട് വരണേക്കാൾ നമുക്ക് വ്യക്തമായിട്ട് ഇടാം. കണ്ടന്റുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് മാത്രമല്ല അമ്മ കാണിക്കുന്ന പലതും ഉണ്ട് കണ്ടന്റ്. എന്റെ മക്കൾ കാണിക്കുന്നുണ്ട്, എന്റെ മക്കളും അമ്മയും തമ്മിലുള്ളതുണ്ട്, അമ്മയും മോനും തമ്മിലുള്ളതുണ്ട്, ഞാനും അമ്മയും തമ്മിലുള്ളതുണ്ട്, ജോലിക്കാരും അമ്മയും തമ്മിലുള്ളതുണ്ട്. കണ്ടന്റ് ആണെങ്കിൽ ഇഷ്ടംമാതിരി ഒരു ദിവസം നമുക്ക് കിട്ടും. പക്ഷെ കണ്ടന്റ് അല്ല, പറയാനുള്ളത് പറയണം. നമ്മുടെ വീട്ടിന്റെ ഒരു കോർണറിൽ പലതും വെച്ചാൽ ഒരു മനുഷ്യനാവട്ടെ, പല സാധനങ്ങളാവട്ടെ, പലതും ആവട്ടെ, ഒരു കോർണറിൽ വാല്യൂ ഇല്ലാതെ ഇരിപ്പുണ്ട്. നിങ്ങൾ അതിനൊക്കെ ഒന്ന് തുടച്ച് പറക്കി എടുത്തൊന്ന് വെട്ടത്ത് വെച്ച് നോക്കി, അതിന് നല്ല വിലയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്ന് മാതിരിയാണ് അമ്മമാര്. നമ്മുടെ എന്താ ഈ പറയുന്നൊക്കെ ഒരു വീട്ടിൽ അമ്മമാരുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്തേ കഴിവില്ലേ നിങ്ങളുടെ അമ്മമാരെ പുറത്ത് കാണിച്ച് ഇത് എന്റെ അമ്മ, എന്റെ അമ്മ ഇതാണ്, എന്റെ അമ്മയ്ക്ക് പൈസ തരുമെന്നല്ല പറയേണ്ടത്, ഇതെന്റെ അമ്മയാണ്, എന്റെ അമ്മ ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത് എന്ന് കാണിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിന് അസൂയയും കുശുമ്പും മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ട് അതിനെ ഇങ്ങനെ വൾഗറായിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഈ അമ്മയും മക്കളും അല്ലെങ്കിൽ ഒരു ഫാമിലി ഫുള്ള് നിൽക്കുന്നത് ഈ ശോഭന ആൻഡ് ഫാമിലി ഉമാസുതി മാത്രമല്ല, ഒരുപാട് പേര് നിൽപ്പുണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ കമന്റിന്റെ അടിയിൽ പോയിട്ട് എന്താ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയെ വെച്ച് ഈ മക്കൾ വീഡിയോ എടുക്കുന്നതെന്ന് പറയാത്തെ? അത് നോക്കിയപ്പോ നല്ല അമ്മ, ഇത് ഇച്ചിരി വയ്യായിക്കുള്ള ഒരു അമ്മ ആയതുകൊണ്ട് ഈ അമ്മയെ കാണിച്ച് ചെയ്യുന്നത് പൈസയ്ക്കും, നല്ല എൻ്റെ ഓമൻ അമ്മയെ പോലെയുള്ള അത്ര നല്ല അമ്മമാരെ കാണിച്ച് എടുക്കുന്നത് അതൊരു കുടുംബസമേതമുള്ള വീഡിയോ അല്ലേ? അങ്ങനെയാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാണുന്ന കാഴ്ചക്കാരിലുള്ള വേർതിരിവാണ് ഞാൻ പറയുന്നത്. ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ വിചാരിച്ച അമ്മയൊക്കെയാണ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന്. അയ്യോ, ഇതിൻ്റെ 1-2 തവണ പറഞ്ഞാൽ മനസ്സിലാവും. ബാക്കി ഇങ്ങനെ കാണുന്നവരോടൊക്കെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ബോധമുള്ളവരാണ്. നിങ്ങൾ ചെയ്യുന്ന റീചാർജ് ചെയ്യുന്ന പൈസ, നിങ്ങൾ ചെയ്യുന്ന ഫോണ് നിങ്ങളുടേത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ടവറൊക്കെ നിങ്ങളുടെ ഒക്കെ കറക്റ്റ് ആണ്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അല്പം ലേശം പേരിനെങ്കിലും വിവരമാവാം നിങ്ങൾക്ക്. നമ്മുടെയൊക്കെ നാട്ടില് ഇപ്പൊ ഒരാള് പോകെ നന്നാവുന്നതും ശോഷിക്കുന്നതും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മാത്രം എന്താണോ അത് മനസ്സിലാവണില്ല. നമ്മുടെ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോകളും തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയാൽ ശോഭന എങ്ങനെ ഇരുന്നു, ഇപ്പൊ ശോഭന എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് പോലും ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന്, ഇതിനെ സ്നേഹിക്കുന്ന, ഇതിന് പൈസയ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ
എന്തോരം പാടാ. 9-10 കൊല്ലം ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഈ വീഡിയോക്ക് വന്നിട്ട് മാത്രം ഇത്ര നാളായുള്ളൂ. അപ്പൊ ഈ ഇത്രയും ഈ 9 വർഷവും പൈസക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ശോഭനയെ ഈ കാണുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചത്? പറയുന്നതുകൊണ്ടാണ്. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയപ്പോ അവൾക്ക് ഇപ്പോഴാണോ തോന്നിയത് അമ്മയ്ക്ക് ആഗ്രഹങ്ങളുണ്ടെന്ന്? അമ്മയുടെ ആഗ്രഹങ്ങൾ കുറെ നാളുകൊണ്ട് നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിയുന്നത് അമ്മയുടെ ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത്. അമ്മയുടെ ആഗ്രഹങ്ങൾ പണ്ട് തൊട്ടേ നടക്കുവാണ്. അമ്മ കൃത്യമായിട്ട് അമ്മ എന്ത് വേണമെന്ന് പറഞ്ഞാലും പിന്നെ പുറത്ത് മാത്രം വരില്ലായിരുന്നു. പുറത്ത് ഇപ്പൊ അത് വന്നു തുടങ്ങി. അത് ആദ്യം വെച്ചിട്ട് പാടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ അമ്മ നടക്കുമ്പോൾ വീഴും എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ ആ വീഴില്ല എന്നുള്ള പേടി നമ്മൾ മാറ്റി. പിന്നെ ആൾക്കാരുമായിട്ട് സംസാരിപ്പിക്കാൻ പഠിച്ചു. ആൾക്കാരോട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആരെ കണ്ടാലും ചിരിക്കാൻ പഠിച്ചു. അങ്ങനെ തുടങ്ങി. ഒരു രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരുന്ന മാറ്റങ്ങളല്ല ശോഭനയിൽ വന്നേക്കുന്നത്. കാലാകാലങ്ങളായിട്ട്, അതായത് കാലക്രമേണ വരുന്ന മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് വീഡിയോകൾ കാണുമ്പം ഓരോരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ആയില്യം വരുന്നു. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല. ചേട്ടനാണ് ആയില്യത്തിന് പോയത്. അപ്പൊ ചേട്ടൻ ആയില്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ചേച്ചിമാരും ആന്റിമാരും ആൾക്കാരുണ്ടാവുമല്ലോ ആയില്യ സമയത്ത്. അവര് ചേട്ടനോട് സുധീ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട്, എടാ വീഡിയോ കാണാറുണ്ട്, സ്ഥിരം വീഡിയോ കാണാറുണ്ട്, ശോഭനയ്ക്ക് വന്ന മാറ്റം വിശ്വസിക്കാൻ പറ്റണില്ല, ആശ്ചര്യമായിട്ട് തോന്നി, ഇത്രയും ശോഭന മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല, നീ ഇത്രയും നന്നായിട്ട് അവരെ നോക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ ശോഭന, അതായത് ഉത്സവം തുടങ്ങിയപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ശോഭനയാണ് ഓർമ്മ വരുന്നതെന്ന്. പണ്ടത്തെ ശോഭന ഉത്സവ സമയത്ത് എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന ശോഭന ആയിരുന്നു. ഇതുവഴി ആർക്കും നടന്നു പോകാൻ ഭയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇപ്പോഴത്തെ അന്നത്തെ ഒരു ഉത്സവവും പുതിയൊരു ഉത്സവം തുടങ്ങിയ സമയത്ത് ഇപ്പൊ അത് ഉത്സവ സമയമാണ്. അമ്മയെ അവർക്കൊക്കെ ഓർക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മയിൽ വന്ന മാറ്റം അത് എത്രത്തോളാണെന്ന് ഈ പറയുന്ന നമ്മുടെ നാട്ടുകാരാണ് ഇവര് തരുന്ന സപ്പോർട്ട് മതി നമുക്ക് നമ്മളുടെ അമ്മയെയും നമ്മളെയും വിശ്വസിപ്പിക്കാൻ. എവിടെയോ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് വിശ്വസിപ്പിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. പക്ഷെ നമ്മുടെ തൊട്ടു നടയിലുള്ള നമ്മൾ അറിയുന്ന ആൾക്കാർ അമ്മയിൽ വന്ന ഇത്രയും നല്ല മാറ്റം അവര് നമ്മളോട് ഇത്രയും സ്നേഹത്തോടെയും ഇത്രയും അത്ഭുതത്തോടെയും പറയുമ്പോൾ അതല്ലേ നമുക്ക് കിട്ടിയ വിലമതിക്കാനാവാത്ത ഗിഫ്റ്റും സമ്പത്തും ഒക്കെ. ഒരിക്കൽ പോലും ശോഭന ഈ പ്രായത്തില് ഈ അവസ്ഥയിലിരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ആരും മനസ്സിന്റെ ഒരു കോർണറിൽ പോലും കരുതി കാണില്ല. എന്തിനധികം മോൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ അമ്മയെ കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ ഫലം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എത്ര വർഷം എന്ത് എഫേർട്ട് എടുത്തു എന്നുള്ളതല്ല, ഇപ്പൊ ഈ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ, അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടോ പ്രശസ്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടോ അതിലല്ല ഞാൻ സമ്പത്ത് കാണുന്നത്. ഇന്ന് ഞാൻ ബാങ്കിൽ പോയപ്പോൾ ഞാൻ എൻട്രി ചെയ്ത സമയത്ത് ഒരു കൊച്ച് എന്നെ തന്നെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ബാങ്കിൽ ഇരുന്ന സമയത്ത് ആ കൊച്ച് എൻ്റെ അടുത്ത് തിരിച്ച് അമ്മ പോയിട്ട് പെട്ടെന്ന് കാറ്റ് പോലെ വന്നിട്ട്, ഉമാസുതി അല്ലേ അടിക്കാൻ വരും പോലെ. ഞാൻ പറഞ്ഞ അതെ. അയ്യോ, പിന്നെ ആ കൊച്ച് എന്തൊക്കെ പറഞ്ഞത് അതിനറിയത്തില്ല. കാര്യം എല്ലാവർക്കും നമ്മളൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എവിടെ ഇറങ്ങിയാലും 5 പേരിൽ ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഞാനിപ്പോ അമ്മയെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വെറുക്കുന്ന രീതിയിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അവതരിച്ചെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരാൾ പോലും എന്നെ കാണാത്ത മട്ടിലേ നിൽക്കുള്ളൂ. ഇപ്പൊ ഓടി വരുന്നുണ്ടെങ്കിൽ റിസൾട്ട് ആണ്. നമ്മളെ മാറ്റർ വിട്ടുപോയി. ഇരുമ്പേ പോയ കാര്യങ്ങൾ പറയാനാണ് വന്ന് ഇരുന്നപ്പോഴാണ് അമ്മ ആക്രി പറക്കലല്ല മാറ്റർ അങ്ങ് മാറിപ്പോയ. നിനക്ക് വിലയില്ലേ? എന്തിന്? അതിന് ന്യായം. ആ ചേച്ചി എന്തിനാ? അമ്മ അവിടെ ഇരിക്കുന്നു. ഞാൻ ചെന്നപ്പം അടുക്കളയിൽ നിന്ന് എന്തിനു ചെയ്തുകൊണ്ടിരിക്കുന്ന മീന് കലക്കിക്കൊണ്ടിരിക്കണം. ഓ, മരിച്ചുണ്ട് കവറിലിരിക്കുന്നു. എണ്ണ എൻ്റെ ഉണ്ടമ്മ, തല തേക്കുന്ന എണ്ണ ഉണ്ട്. നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്നില്ലേ എണ്ണ? ആ എണ്ണ ഉണ്ട്. അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ തരാം. എണ്ണ ഒരുമിച്ച് കൊടുക്കാൻ പറ്റൂല. ഒരുമിച്ച് കൊടുത്താല് ഇപ്പൊ ഇത്ര ഉള്ളൊരു കുപ്പി എണ്ണ നാളെ ആകുമ്പോ ഇത്ര ആവും. ഒന്നിച്ച് എടുത്ത് ചുമ്മാ തേക്കും. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കൊടുക്കാതെ ഞാൻ കുറേശ്ശെ തേച്ചു കൊടുക്കണം. എണ്ണ ഉണ്ട് തലയിൽ. കണ്ട ഞെരുക്കം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കണ്ട നല്ല മാറ്റമില്ലേ? ഇങ്ങനെ ആയിരുന്നില്ലല്ല. കണ്ട ഞെരുക്കെന്ന് പറഞ്ഞില്ലേ? മാറ്റമുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാം, പുറകെ വരും എന്താണ് കാരണം എന്നുള്ളത്. വരും, ഉടനെ വരും. 5-6 ദിവസം കഴിയുമ്പോ വരും. ഇപ്പൊ ചോദിക്കും അവരെന്ന് വരുമെന്ന്. അവര് വന്നു കഴിയുമ്പോ ചോദിക്കും ഇവരൊന്ന് പോവുമെന്ന്. അയ്യോ, എന്റെ വണ്ടിയിൽ മരിച്ചീനിയും കരിപാടൊക്കെ ഇരിക്കാൻ അമ്മ തന്നു വിട്ട.
കരുവാട് മുത്താൻ കരുവാടാ. ഓ കരുവാട് തിന്നോട്ട്. ഇന്ന് കരുവാടാ കൂട്ടാൻ പറ്റും. ഇന്ന് കരുവാടല്ല, ഇന്ന് ഞാൻ ചോറും കറിയൊക്കെ വച്ചിട്ടല്ലേ പോയത്. നാളത്തേക്ക് നമുക്ക് കരുവാട് വെക്കാം. കരുവാടിരിക്കണം, അമ്മ തന്നു വിട്ടത്. കാക്ക എടുത്തോണ്ട് പോവേ ഉള്ളൂ. ഞാൻ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, എടുക്കൂലിരിക്കും. കാക്കസദ്യയോണും. ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് വാ, നമുക്ക് അവിടെ ആ ചാക്കിനകത്ത് കൊണ്ടിരുന്ന. വാ എടുക്ക്, തുടങ്ങിക്കോ. ഇതൊക്കെ എവിടുന്ന് ഒപ്പിക്കണേമാ ഈ കുപ്പികളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക്? എല്ലാം പറക്കി കൊണ്ടുവാ, എല്ലാം എടുത്തോണ്ടോ. ആ നമുക്ക് ഈ നൈറ്റിയിൽ ഇട്ടോണ്ട് പോവാം. പറക്കിയിട്ടും തീരണില്ലല്ലോ. ആ ചാക്ക് കഴിഞ്ഞ മാസം തന്നെ നിറയേണ്ടതായിരുന്നു. ഈ കുപ്പികളൊക്കെ നിങ്ങൾ അതിനകത്തോട്ട് മരിച്ചിനിയേട്, ഇനി മരിച്ചിനിയേട്. ഓ മരിച്ചീനിയുണ്ട്, മരിച്ചീനിയുണ്ട്, അരിയുണ്ട്, മാവുണ്ട്. ഓ അമ്മമാരായ അങ്ങനെ തന്നെ മക്കൾക്ക് കൊടുക്കുമല്ല. ഏത് മക്കള് പോയാലും എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ നിറയെ കൊടുത്തു വിടും.